സ്വർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയായി. ചില മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട്. പ്രകൃതിയുടെ രമണീയത നമ്മളിൽ നിന്നും അകലുന്നുവോ? ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തുന്ന വിഷവിത്തുകളാണോ നമ്മെ പിന്നോട്ട് നടത്തുന്നത്? സ്നേഹമെന്ന രുചി നമ്മളാൽ തീർന്നൊടുങ്ങുകയാണോ? വരും തലമുറയുടെ ഭാഷ്യം നമുക്ക് മനസ്സിലാകുന്നില്ല. കാലം നമുക്ക് മുന്നേ കുതിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിൻ പുറങ്ങളിലെ ഹരിത ഭംഗി നഗരത്തിൻ്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് വഴിമാറുന്നു. സ്നേഹത്തിൻ്റെ ചങ്ങലക്കണ്ണികൾ ഒന്നൊന്നായി മുറിഞ്ഞു വീഴുന്നു. വൃദ്ധസദനങ്ങളുടെ നിർമ്മാണത്തിനായി വേഗത കൂട്ടാൻ ശ്രമിക്കുന്ന ഭ്രാന്തൻ കച്ചവടക്കാർ. സ്നേഹത്തിൻ്റെ കണ്ണുകൾ ചേർത്ത് പിടിക്കാൻ പെടാപാടുപെടുന്ന സ്നേഹനിധികളായ അച്ഛനമ്മമാർ. കൗമാരത്തെ ലക്ഷ്യമിട്ട് പറക്കുന്ന ലഹരിയുടെ കഴുകന്മാർ. നമ്മുടെ ഈ പോക്ക് എങ്ങോട്ട്? സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സമൂഹം നമുക്ക് മുന്നേ ജീവിച്ചിരുന്നു. അതിൽ നിന്നും ഒരു ഇതൾ ശ്രീ നമ്പൂർക്കാവിൽ അമ്മയുടെ തിരുമുറ്റത്ത് നിങ്ങൾക്കായി ശോകം ക്ലബ്ബ് വെളുത്തൂർ സമർപ്പിക്കുന്നു. മനക്കിലെ മീനുട്ടി. രചന സംവിധാനം വിനോദ് പാലിശ്ശേരി. പശ്ചാത്തല സംഗീതം ഡിജിറ്റൽ രംഗപടം റിച്ചോ പോൾ. അണിയറയിൽ അഭിലാഷ് പാലിശ്ശേരി, ഭാസ്കരൻ കൊണ്ടോളി. ചമയം ബിന്ദു ശിവദാസ്, പിങ്ക് ബ്യൂട്ടി വെളുത്തൂർ. രംഗത്ത് സജു പോത്താനി, നിശാന്ത് കണ്ടൻതാഴത്ത്, നന്ദൻ പാലിശ്ശേരി, അനിൽ ചിറയത്ത്, മണികണ്ഠൻ പൊന്നത്ത്, ഷൈജേഷ് പനമുക്കത്ത്, പ്രശാന്ത് കണ്ടൻതാഴത്ത്, ശ്രീലേഷ് ശ്രീനിവാസൻ, ആൻ്റണി തറയിൽ, അമൃതേഷ് പി, യാദവ് കൃഷ്ണ, ആൽബിൻ ആൻ്റണി, ആതിര മണികണ്ഠൻ, രതി സുരേഷ്, ശ്രീകല വിജേഷ്, ജീന പ്രശാന്ത്, ലിൻസി ആൻ്റണി, നീലാഞ്ജന, ഐശ്വര്യ വിജേഷ്, ഗൗരി കൃഷ്ണ ആൻഡ് കീർത്തി ഗോപിനാഥ്. ശ്രീ നമ്പൂർക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻകുട്ടി കർത്തോത്തിലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിതൾ പൂ ആരാധിച്ചുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ തുടങ്ങട്ടെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ.
വിശ്വജനനി മൂകാംബികേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ചന്ദ്രകാന്തമണി ഖണ്ഡകാന്തി അണിയും സ്വരവരദായികേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ഹൃദയ കമലമതിൽ ലയന മധുരമയ ലളിത നടനമോടെ നിൻ രൂപം അഴകിലലിയും ഒരു സുമുഖ സുധ പകരും അമര ഗമനമോടെ കാണൂ ഞാൻ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ कर्तव्यं दैवमान्धिकं कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठ गरुडध्वज നിവേദനമുള്ള പാല് എവിടെയാണ് വെക്കേണ്ടത്? താൻ വന്നോ? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ട് കെടുക്കായിരുന്നു. ഇന്നലെ ചുറ്റമ്പലത്തില് പൂമാലയും കുരുത്തോലും ഇട്ട് കഴിഞ്ഞപ്പോ നേരം വളരെ വൈകി. ആ വാര്യത്തെ കുട്ടി മാത്രമേ ഒരു സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. ഒന്ന് തണ്ടല് ചായ്ക്കാന്ന് വെച്ച് കിടന്നതാ. ചന്ദ്രേട്ടാ, നിങ്ങള് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അമ്പലത്തെ കിടന്ന് കഷ്ടപ്പെടുക. ദേവസ്വം ശമ്പളക്കാരുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ എവിടെ? ഭാസ്കര, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനിവിടെ ഓരോന്ന് ചെയ്യണത്. എൻ്റെ 12 വയസ്സ് കഴിഞ്ഞ മുതൽ തുടങ്ങിയതാ. ഈ ശ്വാസം നിലയ്ക്കണ വരെ ഞാനത് ചെയ്യും. ഞാൻ വിളിച്ച അമ്മദേവി കൂടെ ഉണ്ടോ? എന്താ സംശയം? മനസ്സറിഞ്ഞൊന്ന് വിളിച്ച നമ്മുടെ കൂടെയുണ്ട് ദേവി. ആഘോഷങ്ങളൊക്കെ വരുമ്പോ ഓർമ്മ വരണേ മനക്കിലെ ബ്രഹ്മദത്തൻ തിരുമേനിയെ കുറിച്ചാ. തിരുമേനി ഇരിപ്പായതോടെ അമ്പലത്തിൽ ഒരു നാഥനില്ലാതെ പോലെ തോന്നാം. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാവും മുൻപന്തിയില്, ഒന്നിനൊരു കുറവുണ്ടാവില്ല. ഭാസ്കര, ഈ അമ്പലത്തില് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഒന്നിനൊരു കുറവില്ല. പിന്നെ നമ്മുടെ ആൾക്കാര് പണിക്കെത്തിരി പിന്നിലാ. താൻ നോക്കിക്കോളാം, വൈകിട്ട് അണിഞ്ഞൊരുങ്ങി ബാഡ്ജും കുത്തി വരണത്. ഇന്നത്തെ ലോകം അങ്ങനെയാണോ? എന്നാ താൻ ചെല്ല, ആ പാല് കൊണ്ടുപോയി അവിടെ വെച്ച് കീഴ്ശാന്തോട് പറഞ്ഞോ. ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിയിട്ട്. പ്രപഞ്ച സത്യത്തെ മറയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതിന് കഴിയില്ല. നീലാകാശത്തെ മറയ്ക്കാൻ കാർമയങ്ങൾക്കാവുമോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്നേഹത്തിന്റെ പറവകൾ ഒന്നൊന്നായി ദേശം വിട്ടകലുന്നു. സൂക്ഷിച്ചോളൂ, അപകട സൂചനകളെ അവഗണിക്കരുത്. ശ്രീ ഭദ്രകാളിയുടെ മണ്ണായത്. മഹാദേവ, മഹാദേവ. അല്ല, എടുത്തേമേന്ന് വൈകിയല്ലോ. മനക്കലെ തമ്പുരാട്ടിയും കണ്ടില്ല. ഇന്ന് എഴുന്നേൽക്കാൻ അല്പം വൈകി. മനക്കിലേക്ക് അമ്മിണിയമ്മ വന്നിട്ട് 2 ദിവസമായി. അതാവും തമ്പുരാട്ടിയും കാണാഞ്ഞ്. വൈകിട്ട് കുട്ടികളുടെ ഡാൻസ് ഉണ്ട്. എടത്തിമ കാണാൻ വരുന്നുണ്ടാ? വീട്ടിലെ 100 കൂട്ടം പണികളാ. മനക്കിലേക്ക് ഒന്ന് പോവേണ്ടി വരും. എവിടുന്നാ ഊട്ടിയ നേരം? രാധികയിലതി എല്ലാവരും ഉണ്ടല്ലോ. കണ്ടത് നന്നായി.
വൈകിട്ടത്തെ കാര്യം മറക്കണ്ട. കൊടിയേറ്റത്തിന് എല്ലാവരും ഉണ്ടാവണം. ആഘോഷങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയാണേ. ഇപ്രാവശ്യത്തെ ഭാരണി നമുക്ക് ഉഷാറാക്കണം. ഈ നന്ദോപനുള്ളപ്പോ ഒന്നിനൊരു കുറവുണ്ടാവാൻ പാടില്ലല്ലോ. അല്ല, ലതയുടെ അശോകം പോയിട്ട് ഇപ്പോ 2 വർഷം കഴിഞ്ഞില്ലേ? ഇല്ല, 1 വർഷമേ ആയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഭരണിക്ക് വന്നിട്ട് പോയിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോവാ. അതൊക്കെയല്ലേ ഒരു സന്തോഷം. ശ്രീദേവിച്ചേ, തുളസി മോളുടെ അടുത്ത് 2 ദിവസം മുന്നേ വരാൻ പറയണം. അവളുടെ വരവ് ഒരു മുഹൂർത്തത്തിനാണ്. അത് വേണ്ട. രാധികയുടെ മോള് വീട്ടൊക്കെ അവസാന വർഷമല്ലേ? കല്യാണാലോചനകൾ വലുതും. ആലോചനകളൊക്കെ വരുന്നുണ്ട് നന്ദേട്ടാ. അവൾക്ക് എംടെക്കിന് പോണമെന്നാ. മോളെ എംടെക്ക് പഠിക്കട്ടെ. തിരക്ക് പിടിക്കണ്ട. സമയമാകുമ്പോ നല്ല ഉദ്യോഗമുള്ള അസല് പയ്യന്മാരെ ഈ നന്ദോവൻ കൊടുന്നരും. എന്താ? എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എല്ലാത്തിനും ഓടാൻ ഞാൻ തന്നെ വേണം. എന്നാ ശരി. അവരങ്ങോട്ട് പൊക്കോട്ടെ എൻ്റെ പ്രസിഡന്റ്. ആ, താനിവിടെ ഉണ്ടായിരുന്നോ? അല്ല, നമ്മുടെ മുല്ലപ്പള്ളിയിലെ ലതയുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം. ഒരു കൂട്ടില്ലാണ്ട് എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക? ലതയുടെ കാര്യം ആലോചിച്ച് പ്രസിഡന്റ് വിഷമിക്കണ്ട. ലത ഒറ്റയ്ക്കൊന്നല്ല, നല്ല ആരോഗ്യമുള്ള 3 ആങ്ങളമാരുണ്ട്. അതൊക്കെ പോട്ടെ. താനിന്ന് അമ്പലത്തില് എത്ര ലിറ്റർ പാല് കൊടുത്തേ? തന്റെ പാലില് വെള്ളം കൂടുന്നു എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ദേവിക്ക് നിവേദ്യമുള്ള പാലിലെങ്കിലും വെള്ളം ഒഴിക്കാണ്ട് കൊടുക്കണ്ടേ ഭാസ്കര? എന്റെ പാലില് വെള്ളം. താൻ ചെല്ല്. രാവിലെ തന്നെ ഓരോരോ ശകുനങ്ങളെ. ആ, മോള് മേനോത്ത മനോജിന്റെ മകളല്ലേ? ഇത്രയും നേരത്തെ എവിടേക്കാ? നന്നായി പഠിക്കണം. അമ്മയെ പോലെ മിടുക്കിയാവണം കേട്ടോ. പ്രസിഡന്റ് നേരത്തെ തന്നെ. അതെന്ത് ചോദ്യം മെമ്പറെ? ഉത്സവത്തിന് കൊടികയറുന്ന ദിവസമാണ്. അപ്പോ പ്രസിഡന്റായ ഞാൻ നിറഞ്ഞു നിൽക്കണ്ടേ? പടിഞ്ഞാറ്റുമനക്കിലെ ബ്രഹ്മദത്ത തിരുമേനി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഞാനാ അവിടുത്തെ പ്രസിഡന്റ്. ഞാൻ ചുമതല ഏറ്റതിന് ശേഷം വരുന്ന 3ാമത്തെ ഉത്സവ ഈ വരുന്നേ. മുമ്പത്തെ 2 പ്രാവശ്യം എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. കാരണം ഈ നന്ദഗോപന്റെ ശ്രദ്ധ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ പോലീസിന്റെ കാര്യം CI നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ജീപ്പ് നിറയെ പോലീസിന് വിടാനാ പറഞ്ഞിരിക്കണേ. പിന്നെ ഞാൻ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയിരുന്നേ. ചിലരുണ്ട് തല്ലുണ്ടാക്കാൻ മാത്രമായിട്ട് വരുന്നവരുണ്ട്. ശ്രദ്ധിക്കണം. എന്തായാലും ആഘോഷങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാ വിളിക്കാൻ മടി കാണിക്കരുത്. ചന്ദ്രേട്ടാ, കുരുത്തോല 2 പേരും കൂടിയും പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടായിരുന്നു. അല്ല, ചന്തത്തിന് കുറവില്ല. എന്നാലും ഈ അമ്പലം അയാളെ തലയിലാന്ന വിചാരം. മഹാ തല്ലിപ്പൊളിയാ. ഒരു ദിവസം ഈ പ്രസിഡന്റ് ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ വൈകിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാനോട്ട് ചെല്ലട്ടെ. ശരി. ഏലിയാസേട്ടാ, എവിടെയാ പണി? അത് പുതുക്കാടാടോ, ഒരു ഫ്ലാറ്റിന്റെ പണിയില്ല. ദൂരം കുറച്ചുണ്ടല്ലോ. ബൈക്കോ? അത് വർക്ക്ഷോപ്പിലാ. ശരിയാക്കണം വെച്ചാൽ പൈസ കുറച്ച് വേണം. അതെങ്ങനെയാ കിട്ടണത്? സേവിക്കാൻ എന്നെ തികയണില്ലല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കി കാണുക. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. എല്ലാം ശരിയാവും. നമുക്ക് അങ്ങനെ ആശ്വസിക്കാന്ന്. എത്ര ലളിതായിട്ടാ മെമ്പർ പറഞ്ഞു തീർത്തേ. എന്റെ മനസ്സിന്റെ വേദന മാറണമെങ്കിൽ എന്റെ ഈ ജന്മം അവസാനിക്കണം. അത്രയ്ക്ക് അനുഭവിച്ചവനാ ഈ ഏലിയാസ്. എന്നെ ഇത്തരത്തിലാക്കിയത്
നിങ്ങളടങ്ങുന്ന ഈ സമൂഹ ഒരുത്തൻ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചപ്പോ എല്ലാവരും അത് വിശ്വസിച്ചു. കപ്പ്യാര് പള്ളിയിലെ പൊൻകുരിശ് കട്ടവനായി. എന്റെ അപ്പന്റെ അമ്മയുടെ അനീത്തിമാരുടെ നിലവിളി ഇവിടെ ആരും കേട്ടില്ല. ഈസാര് വന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോ അസ്തമിച്ചത് എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകളാ. ശരിയാണ്, അല്പം വൈകിയാണെങ്കിലും സത്യം പുറത്തു വന്നല്ലോ. അത് ചെയ്തവന് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്തു. അല്ലെങ്കിലും കപ്പ്യാര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അന്ന് ഇവിടെ ഒരുത്തനെയും കണ്ടില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കോ? എനിക്ക് ഒരാളോടെ കടപ്പാടുള്ളൂ, പടിഞ്ഞാറ്റുമനക്കിലെ തമ്പുരാനോട്. ഞങ്ങളെ അന്ന് സഹായിക്കാൻ ആ 2 കൈകളെ ഉണ്ടായുള്ളൂ. എന്നിട്ടും ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ സാധിച്ചില്ല. അറിയോ, ഒരു കയറിൽ 2 ആളാ തൂങ്ങിയേ. ആ കയറ് മുറിച്ചിടുമ്പോ അനുഭവപ്പെട്ട കൈയിന്റെ വിറയിലുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ ജലജ ഞാൻ മറക്കണ്ടേ? ബന്ധങ്ങളും കടപ്പാട് അന്ന് അവസാനിപ്പിച്ച ഇലിയാസ്. എന്നെ ഉപദേശിക്കാൻ ആരും വേണ്ട. എല്ലാം ഈശ്വരന്റെ പരീക്ഷണങ്ങള്, എല്ലാം നമുക്ക് മറികടക്കണം. എന്താ പാമ്പ് കിണറ്റി വീണുന്നാ? എന്താ ചെയ്യണ്ടേ? ശരി, ഞാൻ പിള്ളേരാരെങ്കിലും വിടാം. ശരി, ആരിപ്പോ ഈ നേരത്തൊന്ന് വിളിച്ചാ കിട്ടുക? എന്താ മെമ്പറെ തന്നെ വർത്താനം പറയണേ? അതെ, എൻ്റെ വീടിൻ്റെ മുന്നിലത്തെ പോസ്റ്റമ്മ ലൈറ്റ് കത്തണില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് പശുക്കളെ മേടിക്കാൻ വല്ല ലോൺ കിട്ടുമാവോ? ഇള്ളോറ്റങ്ങളെ അത് കെട്ടി വലിച്ചിട്ട് ഒരു ഗുണമില്ലേ? ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പദ്ധതി ഉണ്ട്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നോക്കിയിട്ട് പറയോ? അല്ല, എവിടേക്കാ പോണേ? ഞാൻ പടിഞ്ഞാട്ട് മനക്കിലേക്കാ. അടുത്ത ആഴ്ച മുതൽ അഴുക്കുചാലിൻ്റെയും കലിങ്ങിൻ്റെയും പണികൾ തുടങ്ങായി. 2 വശത്തും മനക്കലെ ഭൂമിയല്ലേ, ഒന്നറിയിക്കണം. അതിന് തമ്പുരാട്ടീനെ കണ്ടിട്ട് ഗുണമുണ്ടാവും തോന്നണില്ല. ശങ്കരനായരെ കാണാൻ നല്ലത്. തമ്പുരാൻ ഇരിപ്പായതോടെ തീരുമാനങ്ങളൊക്കെ നായരുടെയാ. മനക്കലേക്ക് പോവാണെങ്കിൽ തമ്പുരാനും ഒന്ന് കാണാൻ ചിട്ടാ. എന്താ വരണ്ട? ഇല്ല, ഞാൻ മനക്കിലേക്ക് ഇപ്പോൾ പോവാറില്ല. തമ്പുരാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ വയ്യ. ഒരുപാട് കടപ്പാടുണ്ടേ. മനസ്സിലെ ദൈവങ്ങൾക്കൊപ്പാ തമ്പുരാന്റെ സ്ഥാനം. പിന്നെ ആ ശങ്കരനായർ അവിടെ ഉള്ളതാ മറ്റൊരു ആശ്വാസം. കാര്യങ്ങളൊക്കെ നായർ വേണ്ട വിധം നോക്കി സംരക്ഷിച്ചു വരുന്നുണ്ട്. ആ ഓരോരോ യോഗങ്ങള്. എന്നാ ശരി. പഞ്ചായത്തില് ഇന്ന് കമ്മിറ്റി ഉണ്ട്, നിങ്ങളുടെ അപേക്ഷ എന്തായാലും പാസ്സാവും. ശരി. വണ്ടി വരാറായി, വേഗം വായു. നീ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചില്ലേ? അല്പം നേരത്തെ ആവാൻ പറഞ്ഞതാ, തട്ടിമുട്ടി നിന്ന് സമയം കളഞ്ഞു. മതി മതി, ഇനി അതും പറഞ്ഞ് തല്ലുകൂടണ്ട. സുന്ദരി കുട്ടികളായിണ്ടല്ലോ. പ്രസാദം തൊട്ടരാം. അമ്മേനെ രാവിലെ അമ്പലത്തിലേക്ക് കണ്ടില്ലല്ലോ മീനുട്ടി. ആ അമ്മിണിയമ്മ വന്നിട്ട് 2 ദിവസമായി. അടുക്കള പണിക്കാണെങ്കിൽ വേറെ ആരും ഇല്ലേ, പിന്നെ അച്ഛനും തനിച്ചല്ലേ. ബസ് വന്നു. ആ
ഇപ്പോ അമ്പലം കഴിഞ്ഞ് 1/2 കിലോമീറ്ററോളായി നടക്കണു. ഇതാരോടൊന്ന് ചോദിക്കാം. വഴിയിലാണെങ്കിൽ ആരും കാണുന്നില്ല. ഈ കുട്ടിയോട് തന്നെ ചോദിച്ചോക്കാം. അല്ല കുട്ടിയോളെ, ഈ പടിഞ്ഞാറ്റുമനയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? കുട്ടികൾക്ക് ചോദിച്ചത് മനസ്സിലായില്ലാവോ? അമ്മാവൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലായിരുന്നില്ലേ? ഞാൻ ആ പടിഞ്ഞാറ്റുമലയിലേക്ക് വഴി അന്വേഷിച്ചു വന്ന ആളാ. പരാജയം സ്വയം ഏറ്റുവാങ്ങണോ? അന്ധതയുടെ വിത്തുകൾ നമുക്ക് വേണ്ട. അതെ, ഞാനൊരു വഴി ചോദിക്കാൻ നിന്നതാ. നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടേ? ആശ്വാസായി. ഞാനൊന്നും ഭയന്നു. ഒരു നിമിഷം എവിടെയോ എത്തിപ്പെട്ടതുപോലെ തോന്നി. ആ സമയം എന്നെ ഒന്ന് ഭയപ്പെടുത്തിയേ. ഞാൻ ഗോപി എഴുത്തച്ഛൻ. എനിക്ക് ആ പടിഞ്ഞാറ്റുമനയിലേക്കുള്ള വഴിയൊന്ന്. ഞാൻ ശങ്കരൻ നായരെ, മനക്കലെ കാര്യസ്ഥനാ. മനക്കലേക്ക് ഇവിടുന്ന് കഷ്ടി 200 മീറ്റർ നടന്നാൽ ഒരു വായനശാല കാണാം. അവിടുന്ന് 4 വീട് മാറി വലതുഭാഗത്ത് 5ാമത്തെ വീടാ. ആദ്യം കാണുക പഠിപ്പുര. അല്ല, എവിടേക്കാ പോണേ? ഞാൻ കുറച്ച് വടക്കുന്ന പട്ടാമ്പി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. സ്ഥലങ്ങൾ ആകെ മാറിയിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ക്ഷേത്ര. എന്താ ഒരു ഐശ്വര്യം! 8 ദേശത്തെ തട്ടക, വിളിച്ച വിളിപ്പുറത്ത. അമ്മയുടെ ഐശ്വര്യം ഈ ദേശക്കാർക്ക് അല്ലാണ്ട്. പൂവ് അറിയാം. ഇവിടുത്തെ മുൻപത്തെ വെളിച്ചപ്പാടിനെ ഒരിക്കൽ നേരിൽ കാണാൻ ഇടവന്നു. അദ്ദേഹം ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാണുമ്പോൾ തന്നെ പ്രായം ഉണ്ടായിരുന്നേ. നിങ്ങൾ കണ്ടിണ്ടാവുക പാലിശ്ശേരിയിലെ ബാലേട്ടനെയാവും. ആള് മരിച്ചിട്ട് കുറച്ചായി. താവഴിയിലാ. ശ്രമിക്കാം. രേഖകളൊക്കെ കൊണ്ടുവരൂ. BPL മാറാൻ സർക്കാർ ചില മാനദണ്ഡങ്ങളൊക്കെ പറയണ്ടല്ലോ. അത് പ്രകാരം അർഹതയുണ്ടെങ്കിൽ നമുക്കത് മാറാം. ആ ശരി. ശങ്കരേടാ, മനക്കുന്ന വരണേ. തമ്പുരാട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുക. അടുത്ത ആഴ്ച മുതൽ അഴുക്കുചാലിൻ്റെ പണി തുടങ്ങായി. മനക്കല അതിർത്തിയിൽ നിന്ന് ഒരു 2 അടി കിട്ടിയാൽ റോഡിൻ്റെ വീതി കുറയില്ല. അതൊന്ന് സംസാരിക്കാനായിരുന്നു. ഇതാരാ? ഒരു പരിചയക്കാരനാ, എഴുത്തച്ഛൻ. അപ്പോ ഞാനങ്ങോട്ട് നടക്കട്ടെ? ആ ശരി. ജലജ, റോഡിന് വീതി കൂടണ്ട് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ്. ഈ മനക്കല പറമ്പിന്റെ അതിർത്തിയുടെ ഒന്ന് നടന്നു നോക്ക്. പറമ്പ് കൂടുതലുണ്ടെന്ന് കരുതി തോന്നിയാസത്തിനും ഒരു പരിധിയില്ലേ. ഒരു നാളികേരം വീണാ കിട്ടില്ല. പോയി കള്ളുകൂടി വരേണ്ട പറമ്പില്. ഒത്തലും കിണക്കിലായിട്ട് എല്ലായ്പ്പോഴും ഞാൻ ആ പറമ്പിലുണ്ട്. എന്നിട്ടാ ഈ തോന്നിയാസം കാണിക്കണേ. ഒരു ദിവസം എല്ലാറ്റിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ശങ്കരേട്ടാ. എല്ലാം നമുക്ക് ശരിയാക്കാം. തമ്പുരാനെ ഇപ്പോ ഒന്നും പറയാതിരിക്കാൻ വേണം. ചിലരോട് ഈശ്വരൻ ക്രൂരത കാണിക്കും. ആര് ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണാവോ ആ കുടുംബം അനുഭവിക്കുന്നത്. ഓരോ വിധി പറയുമ്പോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ആളാ. ഭൂസ്വത്തുക്കൾക്കും കുറവില്ല. നമ്പൂരാര് അമ്പലവും പൂജയും നടക്കുന്ന കാലത്താ 2 പേരും ഉയർന്ന ജോലി നേടിയത്. തമ്പുരാട്ടി എന്നെയും മുരളീകൃഷ്ണനെയും 8ലും 9ലും പഠിപ്പിച്ചിട്ടുണ്ട്. തമ്പുരാൻ അസുഖമായപ്പോ ആ ജോലി കൂടി പൂർത്തീകരിക്കാൻ അവർക്കായില്ല. എന്താ ചെയ്യാലേ? അതിലും കഷ്ടം അവരുടെ മകളുടെ കാര്യമാണ്. എൻ്റെ തുളസിമോളും മനക്കിലെ കുട്ടിയും
ഒരുമിച്ച് പഠിച്ചതാ. തുളസിക്ക് ഇപ്പോ കുട്ടികളുടെ 2 ആ കുട്ടിയുടെ വിവാഹക്കാര്യം അങ്ങോട്ടൊന്നും ആവണില്ല. ഇപ്പൊ അങ്ങോട്ട് പോയതും ഒരു ദല്ലാളാ. എല്ലാം ശരിയായി വരും. തമ്പുരാന്റെ അസുഖത്തിന്റെ കാര്യം അറിയുമ്പോ എല്ലാവരും വേണ്ടെന്ന് വെക്കുക. അച്ഛൻ തമ്പുരാന്റെ എണ്ണം ഇതിലും കൂടുതലായിരുന്നു. അവസാന കാലത്ത് മുറിയിൽ പൂട്ടിയിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. തമ്പുരാന് ഒരു ഓർമ്മക്കുറവ്, അതീനാ തുടക്കം. ആ ഈശ്വരൻ ഒരു വഴി കാണാതിരിക്കില്ല. ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുമോ ശങ്കരേടാ? ഇതിപ്പോ എന്താ പറയാ ജലജ, ഞാൻ നടക്കട്ടെ. പശുവിനെ ഒന്ന് അയച്ചു കേട്ടണം. എനിക്ക് മുരളീകൃഷ്ണനെ ഒന്ന് കാണണം, അതാ നിന്നെ. എന്നാ ശരി. മഹാദേവ മഹാദേവ, വാടി വീണ ഇലകൾക്കുമുണ്ടായിരുന്നു പറയാനൊരു ഇന്നലകൾ. കാലം അനുവദിക്കുമെങ്കിൽ എഴുതാമായിരുന്നില്ലേ ഇന്നലകളിൽ ഓർമ്മകൾ? ഇപ്പോൾ മൗനം. മുരളി, രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ശൂലമാണി വലിയ ചൂടിലാണല്ലോ. ക്ലാസ് ഒന്ന് നേരത്തെ ആയിരുന്നു. ജലജ, ഞാൻ ആലോചിക്കായിരുന്നു, ശൂലപാണിക്ക് ഈ വാർഡിലെ മെമ്പറായി നിന്നേക്കാൾ കൂടുതൽ ബന്ധം ഓരോ വീടുമായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് അയാളാണ് ഭാഗ്യവാൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ശേഖരിക്കുന്നുമില്ല. ഈ ദേശത്തെ ഏത് വീടിന്റെ വാതിലും അയാൾക്ക് മുന്നിൽ തുറക്കും. ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണേ എല്ലാരും നോക്കിക്കാണുന്നേ. ശരിയാണ്, ചിലപ്പോഴൊക്കെ അയാൾ എന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേശത്തിന്റെ കാവൽക്കാരനായും വീട്ടിലൊരു അംഗമായും ചിലര് കാണുന്നു. ഞാൻ എന്റെ മുതിർന്നവരോട് ചോദിച്ച ചോദ്യം, ഈ ശൂലപാണി ആരാ? ശൂലം കയ്യിലേന്തിയവൻ സാക്ഷാൽ പരമശിവൻ എന്നാ പറഞ്ഞേ. ഒരു ദിവസം ശൂലപാണി ഈ ദേശത്തുണ്ട്. എവിടെ നിന്ന് വന്നോ മറ്റോ ആർക്കും അറിയില്ല. മേടഭരണിക്ക് ആണിടഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തളച്ചു എന്നാ പറയണേ. അതുപോലെ നമ്മുടെ പാടത്തെ കൃഷ്ണന്റെ പോത്ത് വിരണ്ടോടിയപ്പോൾ പിടിച്ചു കെട്ടിയത് ഓർമ്മയില്ലേ? എന്തോ ഒരു അമാനുഷ്യ ശക്തി ഉള്ളതുപോലെ. ഇനി ഈ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൂടി ഉണ്ടെങ്കിൽ അടുത്ത ലക്ഷ്യം നിർത്തിയാൽ നിന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് അയാൾ ജയിക്കും. അതെനിക്ക് ഉറപ്പാ. സഹപാഠികൾ 2 പേരും ഉണ്ടല്ലോ. ജലജനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. മനക്കിലേക്ക് വരണ അമ്മിണിയമ്മയുടെ പെൻഷന്റെ കാര്യം ഒന്ന് ശരിയാക്കണം. അപേക്ഷ മനക്കിലേക്ക് കൊടുത്തു വിട്ടാ മതി. അത് ശരിയാക്കിയിട്ടുണ്ടല്ലോ ടീച്ചറെ. റേഷൻ കാർഡിന്റെ ഒരു കോപ്പി കൂടി കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത ആഴ്ച മുതൽ അഴുക്കുചാലിന്റെ പണി തുടങ്ങാണ്. മനക്കൽ അതിർത്തിയിൽ നിന്ന് ഒരു 2 അടി എടുത്താൽ റോഡിന്റെ വീതി കുറയില്ല. അതൊന്ന് ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതിയാ ഞാൻ. ജലജൻ മെമ്പറായപ്പോൾ ചോദിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നുള്ളവരോ? ആ, ജലജൻ അത് ശങ്കരനായരുമായി ആലോചിച്ച് എന്താ ചെയ്ത. ആ, മുരളി പുതിയ റാങ്ക് ലിസ്റ്റിലെങ്ങാനും വന്നോ? ഇല്ല ടീച്ചറെ, SI ലിസ്റ്റ് വരാനിരിക്കുക. അതിലൊരു പ്രതീക്ഷയുണ്ടേ. ശരി, ഞാൻ നടക്കട്ടെ. അച്ഛനെ മോളുടെ അടുത്താക്കിട്ടാ പോന്നതേ. പഞ്ചായത്തില് യോഗ ഉണ്ട്, ഞാൻ നടക്കട്ടെ. ഈ തെക്കങ്ങര എൽഎസിന് മെമ്പറോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അപ്പോഴേക്കും പോയി. ഇതാ പറഞ്ഞ ഈ ജനാധിപത്യം ശരിയല്ല. നമുക്ക് നല്ലത് രാജഭരണ. ഇതാവുമ്പോ പേടിയുണ്ടാവും. തെറ്റ് ചെയ്താ തല കണില്ല. നമുക്ക് വേണ്ടത് ഹമ്മറാബിയുടെ നിയമ. അതാവുമ്പോ തലയ്ക്ക് തല, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്. ഇതെന്ന് തുടങ്ങിയത് 1947 നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെ 2 ആക്കി മുറിച്ചു. എന്നിട്ടോ അന്ന് തുടങ്ങിയ യുദ്ധ പാകിസ്ഥാനായിട്ട് നമ്മുടെ
സ്വന്തം നെഹ്റു ഒപ്പിച്ച പണിയത്. ഇപ്പോ വിഭജിച്ച് മാണി സാറിന്റെ മോൻ വേറെ, ജോസഫ് വേറെ. ഇതാ പറഞ്ഞ ഈ ജനാധിപത്യം ശരിയല്ല. മോനെ ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട. എലിയസേട്ടാ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെ. ഒരു കാര്യം കൂടി പറയാണ്ടായിരുന്നു, എന്നിട്ട് മോൻ പൊക്കോ. മോൻ്റെ കൂട്ടുകാരല്ലേ മെമ്പർ, അവൻ നല്ലവനാ, അവനൊരു പാർട്ടിയും ഇല്ല. മോനെ കുട്ടാസ് പിടിയിട്ടിയ അവൻ ഇനിയും ജയിക്കും. പക്ഷെ മോനോടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് പറയുക, അവൻ്റെ കൂടെ നടക്കണ്ട, നശിക്കുള്ളൂ. അതതിൻ്റെ ഒരു രീതി. ഞാൻ പോട്ടെ ചേട്ടാ. ഓയ് ആനന്ദമ്പടിയായി ആയ് അമ്മന്ന നമസ്കാരം. നമുക്ക് ഇത്തവണ വേലയ്ക്ക് രാമനെ ഒന്ന് കൊണ്ടുവരണം. ഒരപേക്ഷയാണ്. ഏമ വിചാരിച്ചാൽ നടക്കും. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അതൊരു വിരലാവില്ല. അമ്പലത്തിൽ പണിയുണ്ട്, എല്ലാം നമുക്ക് ശരിയാക്കും. ഞാൻ പോട്ടെ. എല്ലാവർക്കും തിരക്കാ, ഈ എല്ലേസിന് മാത്രം ഒരു തിരക്കില്ല. ഞാൻ സ്വകാര്യം പറയാണ്ടായിരുന്നു. നമ്മുടെ മെമ്പറില്ലേ, ഞാൻ അവൻ വോട്ട് ചെയ്യാന്ന വിചാരിച്ച. പക്ഷേ മറ്റവന്മാര് തലേന്ന് വന്ന് ഒരു 1 ലിറ്ററും 500 ഉറുപ്പിയും തന്നു. കണ്ണ് നിറഞ്ഞു. അതാ ഞാൻ മാറ്റി കുത്തിയ. ഈ തെക്കിങ്ങര എല്ലേസിന് ഒറ്റ വാക്കുള്ളൂ, ഈ ജനാധിപത്യം ശരിയല്ല. ശല്യായാലോ. ആ ശങ്കരേട്ടാ, നേന്ത്രക്കായ വെട്ടാറായോ? ഇതൊക്കെ ഇപ്പൊ നാട്ടുകാരോട് ചോദിച്ചിട്ട് വേണ, അത് വെക്കുന്നത് വെട്ടി. ഏമാന്റെ ഒരു കാര്യം. 10-20 ദിവസം കഴിഞ്ഞ വെട്ടാം. നല്ല ചൂടല്ലേ? ഏലിയാസ് നല്ല ഫോമിലാണല്ലോ. അല്ലേ മാനെ, മണ്ഡപത്തിൽ ഇന്ന് കല്യാണം ഉണ്ടോ? വണ്ടികളും കുറെ എടുക്കുന്നുണ്ടേ. കർത്തോത്തിലെ കല്യാണാന്ന് ശങ്കരേട്ടാ. പിന്നെ ഇത്തവണത്തെ മേടഭരണി ബഹുക്കേമ. ഏൽപ്പിച്ച 7 ആനകള് ഒന്നിനൊന്ന് മെച്ച. പിന്നെ പഞ്ചവാദ്യം ചോറ്റാനിക്കര. മേളത്തിലു ചെറിയൊരു മാറ്റം. ഇത്തവണ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരാ. തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടിയിലെ മേളപ്രമാണിയാ. ഇവിടെയും 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നാടകത്തിന് പകരം പ്രശസ്ത പിന്നണി ഗായകരുടെ ഗാനമേളയാ. എല്ലാം കൊണ്ടും ഇത്തവണത്തെ മേടഭരണി ഒടിപൊടിക്കും. പക്ഷേ രാമന്റെ കാര്യം അത് മറക്കരുത്. എല്ലാം നന്നായി വരും. അമ്മ ഒന്നിലൊരു കുറവുണ്ടാക്കില്ല. ശങ്കരേട്ടാ, അമ്പലത്തിൽ പണിക്കാരുണ്ട്, അപ്പൊ ഞാനങ്ങട്. ശരി. ആനയുടെ പിന്നെല്ലാം നടന്നെന്ന് ഏമനൊക്കെ കറുത്തു പോയി. തമ്പുരാട്ടീനെ കണ്ടില്ലേ? മകളുടെ കാര്യത്തിനാവുന്ന ഞാൻ ഊഹിച്ചു. എന്താ തമ്പുരാട്ടി എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ചെറുക്കൻ്റെ വീട്ടുകാരോടും എല്ലാം തുറന്നു പറയണം എന്നും പറഞ്ഞിരിക്കുകയാണ്. വലിയ മനോവിഷമുണ്ട് ആ കുടുംബത്തിന്. അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് ആ കുട്ടിക്കും മടുത്തു. എല്ലാം ശരിയായി വരും. തമ്പുരാന്റെ അസുഖത്തിന്റെ കാര്യം അറിയുമ്പോ എല്ലാവരും വേണ്ടെന്ന് വെക്കുക. അതാവും നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞത്. എല്ലാം എനിക്ക് മനസ്സിലാവും. കാരണം 4 പെൺമക്കളുള്ള ഒരു അച്ഛനാ ഞാൻ. എൻ്റെ കുട്ടികളെ ഓരോരുത്തർക്ക് കൈപ്പിടിച്ച് കൊടുക്കാൻ
ഞാൻ പെട്ട പാട്, അതിന്റെ വേദന പെൺമക്കളുള്ള അച്ഛന്മാർക്കേ മനസ്സിലാകും. സ്വന്തം മക്കൾക്ക് വേണ്ടി വരെ ദല്ലാൽ പണിയെടുത്ത അച്ഛനാ ഞാൻ. അവസാനം കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടപ്പോ അതൊരു ജീവിതമാർഗം. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാ. അപ്പോ ചെറുത്തൂർ മലയിലെ തമ്പുരാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാം. ഇനി യാത്രയില്ല. അങ്ങനെയാവട്ടെ. തുളസിയുടെ അച്ഛാ, തുളസി എന്നാ വരുന്നേ? കഴിഞ്ഞ ഭരണിക്ക് കണ്ടതാ അവള്. എന്താ അവിടെ ഇത്ര തിരക്ക്? ഇടയ്ക്ക് ഇവിടേക്ക് വന്ന് നിന്നൂടെ? കെട്ടിച്ചു വിട്ട അവരുടെ വീട് അതല്ലേ മോളെ, പിന്നെ അവരുടെ സൗകര്യം കൂടി നോക്കണ്ടേ? ഇവിടുത്തെ പോലെ അവിടെയും പശുവും കൃഷികളൊക്കെ ഉണ്ടേ, നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. അല്ല, എവിടേക്കാ പോണേ? ഞാൻ പ്രവീൺ ഡോക്ടർ റിസൾട്ട് കാണിക്കാനാ. അമ്മ വരുന്നുണ്ട്. എന്നാ ശരി. പ്രസിഡന്റ്, ഈ പ്രസിഡന്റിന്റെ ഓരോ കാര്യങ്ങളേ. എന്താ എലിയാസ് ഒരു മൂളല്? ഒന്നുമില്ല. എലിയാസേ, ഇവിടെ വലിയ ആഘോഷങ്ങൾ നടക്കാതിരിക്കുക. താൻ കുടിച്ചു വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പൊ നമ്മള് പ്രശ്നക്കാര്, ബാക്കി എല്ലാവരും മാന്യന്മാര്. സർക്കാരിന് കാശില്ലാണ്ട് നെട്ടോട്ടോടുക. ഞങ്ങള് കുറച്ച് പേരാ വീഴാണ്ട് ഇങ്ങനെ താങ്ങി നിർത്തണ. അപ്പൊ നമ്മള് പ്രശ്നക്കാര്. പിന്നെ ഞാൻ കണ്ടു പ്രസിഡന്റ് രാത്രി വീടിന്റെ മുമ്പിൽ കൂടെ പോണത്. രാത്രി എന്നെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു അല്ലേ കള്ള? നീ എന്ത് കണ്ടു എന്ന് പറയണേ എലിയാസേ? ഇതപ്പം നന്നായ ചൂടൊക്കെ ഇല്ലേ, രാത്രി ബെഞ്ചിട്ടിട്ട് മീറ്റത്തൊക്കെ എടുക്കല്. ശബ്ദം കേട്ട് നോക്കിയപ്പോ ഒരാള് തലേ കൂടെ മുണ്ടിട്ട് സരസുവിന്റെ വീടിന്റെ മതില് ചാടുന്നു. സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ ആളെ പിടികിട്ടിയ. പിന്നെ ഞാൻ സമയം പലിച്ചോണ്ടാ പ്രസിഡന്റ് പോടെ നിക്കണം. മോനെ എലിയാസേ, ചതിക്കല്ലേ, മാനം കളയരുത്. ഈ പ്രായത്തിലും മതിലൊക്കെ ചാടുള്ള ആരോഗ്യമുണ്ടല്ലേ? നീ ഇത് വെക്ക്. നീ എന്റെ സ്വന്തം അനുജനടാ. ഇതല്ല പ്രശ്നം. ഇത്രയും വലിയ രഹസ്യമൊക്കെ എന്നെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റാവോ? നീ നന്ദേന്റെ സ്വന്തം ആളായിട്ട് കൂടി ഉണ്ടാവണം കേട്ടാ. ഇതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണ എൻ്റെ കർത്താവ്. ഈ പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിച്ചത്? എന്തായാലും പണിക്ക് പോയില്ലും എൻ്റെ വെള്ളം കൂട്ടി വിട്ടില്ല. പിന്നെ സരസു ഇപ്പം എൻ്റെ അമ്മായിയുടെ മോളൊന്നല്ലല്ലോ. പ്രസിഡന്റിൻ്റെ ഓരോ കാര്യങ്ങളേ. ആരത്? സ്വാമിയാർ നമസ്കാരം. താൻ സംസാരിച്ചിട്ട് പോയാ മതിരോ. തൻ്റെ ഇടപാട് മുഴുവൻ രാത്രിയിലാ. തന്നെ പണം ഗോപാലിനെ ഒടി വെച്ച് എന്നെ പിടിച്ച് കെട്ടിട്ട് തന്നെ തന്നെ എന്നെ പേടിപ്പിച്ചു. നിന്നെ ഞാൻ ഒടിയല്ല വയ്ക്കണേ, നിന്നെ ഞാൻ വീരഭദ്ര കൊല്ലും ഞാൻ. ഹലോ, ഞാൻ അരമണിക്കൂറിലെത്താം. ആൾത്തറയുടെ അവിടേക്ക് എത്തിയാൽ മതി. എല്ലാം കുമ്പിടിയുടെ ആൾക്കാരാ. ആരാ സ്വാമി, ആരാ കള്ളൻ ഒന്നും മനസ്സിലാവണില്ല. തുളസിയുടെ ഏട്ടനിപ്പോ ഭയങ്കര തിരക്കാലോ, ആളെ കാണാറേ ഇല്ല. എനിക്കൊരു തിരക്കൂല് തമ്പുരാട്ടിക്കുട്ടിയെ. എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്കത് ഇഷ്ടമില്ല. എന്നെ ഈ തുളസിയുടെ ഏട്ടാന്നുള്ള വിളി മാറ്റൂ.
അതുവരെ ഞാൻ എങ്ങനെ വിളിക്കൂ? എന്നാ ഞാൻ മുരളീകൃഷ്ണ എന്ന് വിളിക്കാം. അപ്പോഴോ? എന്നെ പിന്നെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാലോ. ഞാൻ മനക്കലെ കാര്യത്തിന്റെ മകനല്ലേ. തുടങ്ങി മാഷിന്റെ ഒരു സെന്റിമെന്റ്സ്. അല്ല, PSC ക്ലാസ് എടുത്ത് ഇങ്ങനെ നടന്നാ മതിയോ? ക്ലാസ്സിലുള്ളവർ പോലും ജോലിക്ക് കയറി. മാഷ്ക്ക് എന്താ പറ്റിയേ? എങ്കിലൊരു നിമിത്താവാൻ പറ്റിയല്ലോ. എല്ലാത്തിനും ഉണ്ടൊരു വിധി. വിധി? മനുഷ്യന്റെ നിസ്സഹായതയെ പഴിക്കുന്ന വാക്ക് വിധി. അതിന് മനുഷ്യമോഹത്തെ തച്ചുടയ്ക്കാനുള്ള കഴിവുണ്ട്. വിധി എന്നാൽ ശൂന്യതയാണ്. അതല്ലേ സത്യവും ശാസ്ത്രവും മാഷേ? ഇടയ്ക്ക് തോന്നും ഞാൻ പഠിച്ച ശാസ്ത്രത്തെയല്ലേ യാഥാർത്ഥ്യത്തിന്റെ ശക്തി തോൽപ്പിക്കുന്നതെന്ന്. അറിയില്ല മാഷേ, ഞാൻ എവിടെയാ തോറ്റുപോയത്. കുട്ടിയുടെ ചിന്ത മനസ്സിന്റെ നിശബ്ദതയെ ഖണ്ഡിക്കുന്നു. കടലിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ തീരത്തെ പുണരുന്നതായും ദുരാകരിക്കുന്നതായും തോന്നാം. അത് നോക്കിക്കാണുന്ന സമയത്തെ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക. വേണ്ട വേണ്ട, നമ്മൾ തർക്കിച്ചാൽ എന്നും വഴക്കിലെത്തും. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ അത് മനുഷ്യരിലേക്കല്ലേ എത്തേണ്ടത്. പക്ഷേ നിലച്ചുപോയ ഘടികാരം ദിവസത്തിൽ 2 പ്രാവശ്യം യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. അതും ഒരു യാഥാർത്ഥ്യമല്ലേ മാഷേ? ഇവിടെ മനുഷ്യർ ജയിക്കുകയാണോ തോൽക്കുകയാണോ ചെയ്യുന്നത്? വ്യക്തി വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ ഓരോന്നിനും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. ദൈവങ്ങൾ മനുഷ്യ സ്വഭാവങ്ങളുടെ പ്രതീകങ്ങളായി കാണുന്നവരുമില്ലേ? ഒരു ഭ്രാന്തൻ പൊട്ടിയ കണ്ണാടിയുമായി തെരുവിലൂടെ ഓടുമ്പോൾ അതിൽ പ്രതിഫലിക്കുന്ന ബിംബങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഓരോരുത്തരുടെ ചിന്തകളും. മതി മതി, ഫിലോസഫി പറഞ്ഞ് രണ്ടാളും തല്ലുകൂടണ്ട. എന്നാ മെമ്പറും കൂടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് തല്ലുകൂടാം. മുരളി മാഷിന് പഴയ ട്യൂഷൻ കുട്ടിയോട് തോക്കാൻ ഇത്തിരി മടിയാ, അതാ പ്രശ്നം. അതിന് അവൻ ഇതുവരെ എവിടെയും തോറ്റിട്ടില്ലല്ലോ, PSC ഒഴികെ. പോടാ പോടാ, ഞാനൊരു കാക്കി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വേണം നിന്നെ പിടിച്ച് ഉള്ളിലിടാൻ. നടന്നത് തന്നെ. അല്ല, മീനുട്ടീനെ കഴിഞ്ഞ ദിവസം പ്രവീൺ ഡോക്ടർ അവിടെ കണ്ടല്ലോ. അത് ഞാൻ അച്ഛന്റെ അസുഖത്തിന്റെ കാര്യം പറയാൻ പോയതാ. ശരി. തമ്പുരാട്ടി, തമ്പുരാട്ടി. ആ ശങ്കരനോ, കുടിക്കാൻ എന്തേലും എടുക്കട്ടെ? വേണ്ട തമ്പുരാട്ടി, ഞാൻ വീട്ടിലേക്കല്ലേ പോണേ. തമ്പുരാനൊന്ന് കാണാനേ കയറിയേ. നല്ല മയക്കത്തിലാ. ഗുളിക കുറച്ചൊന്നുമല്ലല്ലോ കഴിക്കണേ. ഇപ്പോ ചെറിയ കുട്ടികളെ പോലെയാ, എന്തിനും ഞാൻ വേണം. ഇന്നലെ മോന്റെ പേര് വിളിക്കണ കേട്ടു. അവ ഫോൺ ചെയ്താ മനസ്സിലാവണമില്ല. ദത്തൻ അടുത്ത ആഴ്ച വരാതെ പറഞ്ഞിരിക്കുക. അതേതായാലും നന്നായി. തമ്പുരാനെ ഒന്ന് കണ്ടിട്ട് പോവാലോ. അതല്ല, പട്ടാമ്പിയിലെ ആലോചന അവർ വിളിച്ചിരുന്നോ? ആ, പറയാൻ വിട്ടുപോയി. അവർ വിളിച്ചിരുന്നു. എന്റെ അനിയത്തിയുടെ ഭർത്താവ് ശങ്കരനാരായണന്റെ ഒരകന്ന ബന്ധുക്കളാ. മാനസിക വെള്ളമുള്ള ഒരച്ഛന്റെ മകളെ വേലി കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല അത്ര. എന്തു പറഞ്ഞ ശങ്കര ഞാൻ എന്റെ മകളെ സമാധാനിപ്പിക്കേണ്ടത്? അറിയില്ല. ഒന്ന് പൊട്ടിക്കരയാ പോലും ഞങ്ങൾക്ക് കഴിയണില്ല. ചിലപ്പോ തോന്നും എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കതിനും കഴിയണില്ല. ഇല്ലത്തേക്ക് അപേക്ഷിച്ച് വരുന്നവർക്ക് കൈ നിറയെ കൊടുത്താ തിരിച്ചയക്കാറ്. ആ പതിവ് ഇന്നും തെറ്റിച്ചിട്ടില്ല. ചെയ്യാത്ത വഴിപാടുകളും കയറാത്ത അമ്പലങ്ങളും ഇല്ല. എല്ലാം ശരിയാവും തമ്പുരാട്ടി. ഈശ്വരൻ ഒരു വഴി കാണാതിരിക്കില്ല. ഒന്നും ശരിയാവില്ല ശങ്കര. ആ പ്രതീക്ഷയൊക്കെ എന്നേ മനസ്സിൽ നിന്ന് പോയി. എന്റെ മീനുട്ടി ചിരിച്ചും കളിച്ചും നടക്കുക. അവളുടെ മനസ്സിൽ തീക്കനല, അറിയോ? ശങ്കര, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ശങ്കരന്റെ മുരളിയെ കൊണ്ട് എന്റെ മീനുട്ടിക്ക് കുടവ കൊടുക്കാൻ പറ്റുമോ? തമ്പുരാട്ടി, തമ്പുരാട്ടി എന്താ പറയണേന്ന് വല്ല നിശ്ചയമുണ്ടോ?
അതുവരെ അവിടുന്ന് പറയേണ്ടത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങിത്തരാം ഈശ്വര. ചതിച്ചൂലോ ഭഗവതി. ആരുമില്ല ഇവിടെ, ആരുമില്ലേ? ഓടി വരണേ, ഓടി വരണേ. എന്താ പറ്റിയേ? നമ്മുടെ മനക്കല മീനുട്ടി അമ്പലക്കുളത്തിലെ ഈശ്വര. എന്താ പറ്റിയ കുട്ടിക്ക്? ഒന്നുമില്ല ശങ്കരേട്ടാ. മോളെ മീനുട്ടിയെ ഞാനത് കണ്ടോട്ടെ കുട്ടീനെ. കുളത്തിന്റെ കൽപ്പട വീതി കിട്ടിയതാ. ആർപ്പുവിളികളുമില്ലാത്ത എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഞാനിവിടെ എന്നേക്കുമായി ഉപേക്ഷിക്കുക. എൻ്റെ മനസ്സിൻ്റെ വേദന ഈ വരികളിലൂടെ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. മനസ്സ് നിറയെ സ്നേഹം കൊണ്ട് നടന്ന ഒരച്ഛൻ്റെ മകളാണ് ഞാൻ. അച്ഛനും മുത്തച്ഛനും 50കളിൽ മനസ്സിൻ്റെ സമനില തെറ്റിയപ്പോൾ അതിൻ്റെ വേരുകൾ യൗവനത്തിൽ തന്നെ എന്നിലേക്ക് അതിഥിയായി എത്തി. പ്രവീൺ ഡോക്ടറുടെ തുറന്നു പറച്ചിൽ നിന്നും ഭൂമി പിളരുന്ന വേദനയോടെ ഞാൻ മനസ്സിലാക്കുന്നു, ഇനിയൊരു മടക്കം എനിക്ക് സാധിക്കില്ല. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എന്നിൽ നിന്നും അകലും. എൻ്റെ കാലിൽ കിടക്കുന്ന ചങ്ങലയുടെ ശബ്ദം കാതുകളിൽ ഇരുമ്പാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കോമാളിയാവാൻ ഞാൻ നിൽക്കുന്നില്ല. എന്നെ സ്നേഹിച്ചവർക്ക് എൻ്റെ വിടവാങ്ങൽ ഏൽപ്പിക്കുന്ന ആഘാതം. അമ്മേ, മാപ്പ്.